ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എല്ലാവരും നന്നായി ആഘോഷിച്ചോ? ഞങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു. അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഞങ്ങൾ ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്രിബ് പ്രാവശ്യം ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ഇതാണ്. രാത്രി പള്ളിയിലൊക്കെ പോയി വന്നു. രാവിലെ അച്ചാച്ചനെതിരുന്ന പേപ്പർ വായിക്കുന്നു. നമുക്കൊന്ന് അടുക്കളയിൽ പോയി നോക്കിയാലോ? ഇതാ അമ്മച്ചി ഇവിടെ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ആത്തച്ചക്ക എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. കുറേ ഉണ്ട്, പഴുക്കാൻ തുടങ്ങി. പക്ഷികൾ വന്ന് കൊത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ചാച്ചൻ അതെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. ആത്തച്ചക്കയുണ്ട്, അതുപോലെ തന്നെ ചിക്കു പഴുത്തു. 1 കിലോ ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു ചിക്കു പഴുത്തിരിക്കുന്നത്. ഇതാ ഒരു പപ്പായ പറിച്ചു വെച്ചതാണ്. അത് പഴുക്കാൻ തുടങ്ങി. ഇത് മുറിക്കാമെന്ന് അമ്മച്ചി പറയുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ. വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ആർക്കും വേണ്ട, വെറുതെ ഇരിക്കുകയാണ്. അപ്പം അത് പറിച്ചിട്ട് കിളി കുത്തുന്നതുകൊണ്ട് പറിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പവും ബീഫുമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ അതിൻ്റെയൊക്കെ രാവിലെ ബീഫ് കറിക്കുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ആക്കിക്കൊണ്ടിരിക്കുന്ന. എല്ലാവരും ഓരോരോ പണിയിലാണ്. പെങ്ങൾ വന്നിട്ടുണ്ട്, പിള്ളേർ വന്നിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അമ്മ വീട്ടിലും അങ്ങനെ നാട്ടിൽ പോകേണ്ടവർക്കും അങ്ങനെയൊക്കെ എല്ലാവരും പോകൂലേ. പിള്ളേർക്ക് അതൊക്കെ ഒരു ആഘോഷമല്ലേ. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ക്രിസ്മസൊക്കെ ആഘോഷിച്ച് കളിച്ച് ചിരിച്ച് അതൊക്കെ ഒരു ഓർമ്മയല്ലേ. ഇതാ കള്ളപ്പം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കള്ളപ്പവും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ളതൊക്കെ നോക്കണം. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് കുറച്ച് ബീഫ് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നു. തേങ്ങാപ്പാൽ പിഴിയുന്നു. ഇതെല്ലാവരും കൂടി ആട്ടോ ചെയ്യുന്നത്. പെങ്ങളുണ്ട്, അമ്മച്ചിയുണ്ട്, അച്ഛയുണ്ട്, ഞാനുണ്ട്. പിള്ളേരൊക്കെ കളികളിലാണ്. പിന്നെ ഇത് അമ്മച്ചി ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നു. എല്ലാത്തിനുള്ള ഉള്ളി. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഓർഡർ ചെയ്യുകയാണോ അതെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പിന്നെ എല്ലാം ഒന്നിച്ച് ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എടുക്കുകയാണോ ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. മേഡം ബീഫ് എത്തിക്കൊണ്ടിരിക്കുന്നു. കറുത്തിട്ടില്ല, ഇത് ഞങ്ങൾക്ക് കറുത്ത് വരണം. നെയ്ച്ചോറിനുള്ള അരിയാണേ. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അത് സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചേക്കാണ്. കുഞ്ഞിപ്പെണ്ണ് വലിഞ്ഞ് കീറാൻ നോക്കുകയാണ് അവരുടെ ഒപ്പത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ ബാല്യത്തിൽ എങ്ങനെയായിരുന്നു ക്രിസ്മസ് കാലം? കരോളിന് പോയതും യാത്രയൊക്കെ എല്ലാ വീടുകളിലൂടെയൊക്കെ പിന്നെ ഉണ്ണീശോനെയും കൊണ്ട് കരോളിന് പോയതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ് അല്ലേ? അമ്മച്ചീൻ്റെ സാലഡാണേ. അടിപൊളി സാലഡാട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഒരിക്കലിടാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാലഡിന്. ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ സാലഡാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് തൈരും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതാ
ചിക്കൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി. ഇപ്രാവശ്യം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയാണ്, ആ റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത്. മിക്സ് ചെയ്ത് 2ാം പാലൊഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അടിപൊളി ചിക്കൻ കറിയാണ്, എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അതിനകത്തേക്ക് കടുക് തളിക്കാനുള്ളൂ. നമ്മുടെ കിഡിലൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പപ്പായ കാണിച്ചില്ലേ, ഇതാ നന്നായി പഴുത്തു കേട്ടോ. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള പപ്പായയാണ്. അതല്ല നെയ്ച്ചോറും പപ്പടവും അല്ലെങ്കിൽ ബിരിയാണിയും പപ്പടവും നിങ്ങൾ കോമ്പിനേഷനായിട്ട് കഴിക്കലുണ്ടോ? കഴിച്ചു നോക്കും കേട്ടോ, നല്ലതാണ്. ബീഫ് ഏകദേശം ആയി വരുന്നുണ്ട്. ഇതാ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ദമ്മ് മാറ്റി. ഇതാ ക്യാരറ്റൊക്കെ നല്ലോണം കിടപ്പുണ്ട്. നേരത്തെ ഞാൻ ക്യാരറ്റ് കാണിച്ചില്ലായിരുന്നോ, അത് ഇതിലിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നിങ്ങളെങ്ങനെയാണ് നെയ്ച്ചോറ് ക്യാരറ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്? നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അതിടാം കേട്ടോ. വീട്ടിൽ അച്ഛനാണ് ക്യാരറ്റ് ഉണ്ടാക്കുന്നത്. അച്ഛൻ മീൻസ് അച്ഛനല്ല, ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ്റെ നല്ല കിട്ടിലെ നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് അടുപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മുകളിൽ നട്ട്സും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് സെർവിങ് ചെയ്യാം. ഇപ്പോൾ നെയ്ച്ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാ സാധനവും സെറ്റാണ്. പപ്പടം, സാലഡ്, ചിക്കൻ കറി, അതുപോലെ തന്നെ ബീഫ്, അച്ചാറ്, വെച്ചിട്ടുണ്ട്. മീൻകറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതെടുക്കാൻ വിട്ടുപോയതായിരുന്നു. തോന്നുന്നു അമ്മച്ചി ചിക്കനും ബീഫും ഒന്നും കൂട്ടില്ല, എന്നിട്ട് മീൻകറിയും കൂടെ ഉണ്ടായിരുന്നേ. നമുക്കൊരു വിളമ്പാം. കുറച്ച് നെയ്ച്ചോറ് ഇങ്ങനെ ഇടാം. അതിലേക്ക് ഇതാ സല്ലാസൊക്കെയാണ് അച്ചാറിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നല്ല വരട്ടിയ ബീഫിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, വരട്ടിയ ബീഫിൻ്റെ. അതുപോലെ തന്നെ നല്ല കൊഴുത്ത ചിക്കൻ കറി, തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. പിന്നെ നമുക്ക് പപ്പടോടെ വെച്ച് കൊടുക്കാം. ഇതും കൂടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. അച്ചാച്ചനും പിള്ളേരൊക്കെ കൂടി ആദ്യം ഇരുന്നു. ഞങ്ങളൊക്കെ കൂടി പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല സാവകാശം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ്. ഇത് പൊന്നിക്കുട്ടിയാണേ, ഹസ്ബൻഡിന് 2 പെങ്ങന്മാരേ ഉള്ളത്. ഒരു പെങ്ങള്, ഒരാൾ വന്നിട്ടില്ല, പെങ്ങളുടെ മോളാണത്. അമ്മച്ചി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു.